പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 19 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പറഞ്ഞ കർത്താവെ നന്ദിയോടെ സ്തോത്രം, യേശുവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് കാലം ഉയർത്തിയിട്ട് കർത്താവിനോട് നന്ദി പറയാമോ? സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? അതിനായിട്ട് കരം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിനോടൊന്ന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അത്ഭുതമായി നടത്തുന്ന കർത്താവിന്, ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. ആമേൻ. താൻ മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായി നമ്മുടെ കർത്താവായ ദൈവത്തിന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത്, സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, അങ്ങ് മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അങ്ങേക്ക് ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആ കരമുയർത്തി പറഞ്ഞ്, ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഒരിക്കലൂടെ പറഞ്ഞ്, ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ അപ്പയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അബ്ബാ നന്ദിയോടെ സ്തോത്രം, അബ്ബാ നന്ദിയോടെ സ്തോത്രം, അബ്ബാ നന്ദിയോടെ സ്തോത്രം, അബ്ബാ നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുകയും ഉയർച്ചകൾ കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാകിയാൽ സ്തോത്രം. ഇന്നത്തെ ദിവസത്തെ നോക്കി ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇത് ദൈവിക ഉയർച്ചയുടെ ദിവസമാണ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ആത്മീകമായും ഭൗതികമായും ഉയർച്ചകൾ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവർ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഫിസിക്കൽ ഹാർട്ടിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ബ്ലോക്കുകളും റിമൂവ് ആകട്ടെ. എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പൂർണ്ണമായ ആരോഗ്യവും ദീർഘായുസ്സും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ സൗഖ്യമാക്കുന്നു. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച്, എവിടെയെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ വെക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ആ കൈവച്ച ഭാഗത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കൈവച്ച ഭാഗത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. എത്ര വലിയതും ചെറുതുമായ രോഗമാണെങ്കിലും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുവിക്കണം. ജോലി സംബന്ധമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണം. കർത്താവേ, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുക്കണം. വിദ്യാഭ്യാസത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്നതിന് സ്തോത്രം. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ നടക്കുവാനുള്ള സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. വലിയ ഉണർവിന് ഇന്നത്തെ സഭായോഗം കാരണമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സഭായോഗം വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ആമേൻ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ നിശ്ചയമായിട്ടും അത് അനുഗ്രഹമായി തീരും. നമുക്കൊരുമിച്ച് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് ദാനിയേലിനെ കുറിച്ച് പറയുന്നത്, ദാനിയേലിനെ
ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത് ബിക്കോസ് ആൻ എക്സലൻറ്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. പരിശുദ്ധാത്മാവ്, എക്സലൻറ്റ് സ്പിരിറ്റ്, ഒരാളെ എക്സൽ ചെയ്യിക്കുന്ന എക്സലൻറ്റ് സ്പിരിറ്റ് ആരുടെ മേലുണ്ടായിരുന്നു? ദാനിയേലിൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ അവിടെയുള്ള എല്ലാവരിലും വിശിഷ്ടനായി വിളങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ദാനിയേലിൻ്റെ സ്വന്തം രാജ്യത്തിലല്ല, ഒരു പ്രത്യേക വേറെ ഒരു രാജ്യത്ത് ദാനിയേൽ പ്രവാസത്തിലാണ്. ചുറ്റും അസൂയാലുക്കളായ ജനങ്ങളാണ്, രാഷ്ട്രീയമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഓപ്പോസിഷൻ, പ്രതികൂലമായ അവസ്ഥകളാണ്. പക്ഷേ വേദവസം പറയുക, ദാനിയേലിന് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ നല്ല പൊളിറ്റിക്കലായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നോ എന്നല്ല പറയുന്നത്. ദാനിയേലിനുണ്ടായിരുന്നത്, ദാനിയേൽ ആൻ എക്സലൻറ്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നത് ദാനിയേലിനെ അവിടെ നല്ല ബന്ധങ്ങളുണ്ടെന്നല്ല പറയുന്നത്, നല്ല രാഷ്ട്രീയകരമായ ബന്ധങ്ങളുണ്ടെന്നല്ല പറയുന്നത്, ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടെന്നല്ല പറയുന്നത്. പിന്നെ എന്നാ പറയുന്നത്? ദാനിയേലിന് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെന്നും അല്ല പറഞ്ഞത്. പിന്നെ എന്തുവാ പറഞ്ഞത്? ദാനിയേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ്, എക്സലൻറ്റ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അപ്പം വെൻ ഗോഡ് പുട്ട്സ് ഹിസ് സ്പിരിറ്റ് ഇൻ എ മാൻ, ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വെക്കുമ്പോൾ അല്ലെങ്കിൽ അയക്കുമ്പോൾ അവൻ്റെ ജീവിതം ശോഭപൂർണമായി തീരും. എക്സലൻസ് എന്ന് പറയുന്നത് അവൻ്റെ ലൈഫിൽ നോർമലായിത്തീരും. ഏത് എൻവയോൺമെൻറ്റിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ആ എക്സലൻസ് വെളിപ്പെടാൻ ഇടയാകും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ മഹിമ നമ്മളിലൂടെ വെളിപ്പെടാൻ കാരണമായി തീരും. എന്താണ് ഈ എക്സലൻസ് സ്പിരിറ്റ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ ഉയർത്തുന്ന, നമ്മളെ എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി നമ്മളിൽ കൊണ്ടുവരുന്നതാണ് ഈ എക്സലൻസ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി അല്ല, ഇതൊരു ആത്മീകമായ കൈമാറ്റമാണ്. ഒരാൾക്ക്, ഒരു വ്യക്തിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെന്താണ്? ഇത് ഒരു സ്പിരിച്വൽ എംപവർമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ദൈവം ഒരാളെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കുമ്പോൾ ആ ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണിത്. അപ്പം ഇതൊരു ആത്മീകമായ ഔട്ട്കമാണ്. ആത്മാവ് ഒരുവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഇത് അവനിൽ നിന്ന് പുറപ്പെടുവാൻ തുടങ്ങും. അപ്പം ദാനിയേൽ ഇതിൻ്റെ പുറകെ അല്ലെങ്കിൽ പ്രധാന ആളാകാനായിട്ടോ പ്രമോഷന് വേണ്ടിയോ ഒന്നും ദാനിയേൽ ഓടേണ്ടതായിട്ട് വന്നില്ല. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയേലിൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ അത്ഭുതമായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളെ എന്താകും? നമ്മൾ എവിടെയാണോ അവിടെ നമ്മളെ എക്സൽ ചെയ്യിപ്പിക്കുക. അത് ജോലിയായാലും വിദ്യാഭ്യാസമായാലും ബിസിനസ്സായാലും ശുശ്രൂഷയായാലും സ്വഭാവത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലായിടത്തും എന്തു ചെയ്യും? നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ എക്സൽ ചെയ്യാൻ കാരണമായി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ വേറെ ബാക്ക് ഡോറുകളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് മാനിപ്പുലേഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആത്മാവിൻ്റെ ശക്തിയോടെ മുന്നേറിയാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ആത്മശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നമ്മൾ സാധാരണ വ്യക്തിയല്ല, നമ്മളെ ദൈവം വ്യത്യസ്തനായി മാറ്റുക. ഇതെന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തിന് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കോമ്പറ്റീഷന് വേണ്ടിയുള്ളതല്ല. പിന്നെന്തിനു വേണ്ടിയാ? ഇത് യേശു ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ്. യേശു ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടി. അതായത് ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുക, സാധാരണക്കാരനെ ദൈവത്തിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അവനിലൂടെ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്കിതിൽ ജീവിക്കാൻ പറ്റും? ആ പരിശുദ്ധാത്മാവ് നമ്മളുണ്ടെന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് നമുക്കുണ്ടാകണം. ആമേൻ, ആമേൻ. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം നമ്മൾ സൂക്ഷിക്കണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം, ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിയായിരിക്കണം, ആമേൻ. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തികളല്ല, ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യത്യസ്തരായി മാറും. ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ വർഷം തീരുമ്പോൾ ആമേൻ, നമുക്ക് ചില നല്ല കാര്യങ്ങൾ ചെയ്ത് ഫിനിഷ് ചെയ്യുവാൻ, ചിലയിടത്ത് ചില ഉയർച്ചകൾ പ്രാപിച്ച് ഫിനിഷ് ചെയ്യുവാൻ, ചിലയിടത്ത് ചില മുന്നേറ്റങ്ങൾ പ്രാപിച്ച് ഫിനിഷ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടുതൽ ജാഗരിക്കണം, ദൈവവചനം ധ്യാനിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിതത്തിൻ്റെ വിശുദ്ധി സൂക്ഷിച്ച് ആമേൻ, 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 വേർപെടേണ്ടടുത്തുനിന്ന് വേർപെട്ട് ആമേൻ ജീവിക്കുവാൻ തയ്യാറായാൽ അടുത്ത 10 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളുടെ ദിവസങ്ങളായി മാറും.
കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.